ഗൈസ്, വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗൈസ് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാണ് ഒരു വെറൈറ്റി ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഇപ്പോഴും നമ്മളിങ്ങനെ ചിക്കൻ നോർമലൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പറുദീസയാണ്. വലിയൊരു ചിക്കൻ കഴിക്കിട്ടിൻ്റെ സന്തോഷമാണ് ആൻറ്റിക്ക്. പിന്നെ നമ്മളതിൻ്റെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ നല്ലോണം ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു വലിയ പാത്രം വേണം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പുതിനയിലയും മല്ലിയിലയും വേണം. നമ്മളത് രണ്ടും നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ അതിലോട്ട് 2 മാഗി ക്യൂബ് കൊണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്തി മസാല വേണം കഴിച്ച്, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം. പിന്നെ കുറച്ച് നാരങ്ങ നീരും വേണം. പിന്നെ നമ്മൾ കുറച്ച് അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഈ ഒരു ഓയിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്, വേറെ ഫ്രൈ ചെയ്യല്ല. അപ്പോൾ ഇതിനകത്ത് കിടന്നാണ് വേവുന്നതുകൊണ്ട് ഓയിൽ കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമ്മളതിൽ നല്ലോണം ഒന്നും കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ പോരായൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളിത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മസാലയും ചിക്കനായിട്ട് അങ്ങനെ കുറേ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങൾക്ക് ആ ചിക്കൻ നല്ല സെറ്റായിട്ട് കിട്ടി ഗൈസ്. അതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ശ്രീകുണ്ട് എന്തോ ഒപ്പിച്ചുകൊണ്ട് വന്നു. അതിന് ആൻറ്റിയുടെ നിന്ന് വഴക്ക് കേൾക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, പാവം കരഞ്ഞു. അങ്ങനെ 2-3 മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മളത് ചിക്കൻ തുറക്കുകയാണ് ഗൈസ്. കണ്ടോ, നല്ല മണം വരും ഇത് തുറക്കുമ്പോൾ. നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനിടയ്ക്ക് സാലഡ് വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയതാണ്, പക്ഷേ സാധനം കിട്ടില്ല, ചമ്മിപ്പോയി. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അത് ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് 2 കൈയിലോണ്ടും വേണം മറിച്ചിടാൻ. നല്ല ബുദ്ധിമുട്ടായിരുന്നു ഗൈസ് ഇത് മറിച്ചിടാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളൊന്ന് തിരിച്ചിട്ടത്. പിന്നെ നമ്മളിത് നല്ലോണം ഗ്രേവി ഒഴിച്ച് വേണം വേവിക്കാനായിട്ട്. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതിലോട്ട് കശുവണ്ടി അരച്ചത് ചേർത്ത് കൊടുക്കണം. അത് നല്ലോണം അരച്ചിട്ട് നമ്മൾ അതിലേക്ക് പേസ്റ്റായിട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കശുവണ്ടി അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം ഗൈസ്. ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട, കുറച്ച് നേരം വേവിച്ചാൽ മതി. നമ്മുടെ ചിക്കൻ പറുദീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേബിളിൽ സവാളയൊക്കെ ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞ് വെച്ച് അതിൻ്റെ നടുക്കേക്കാണ് ഈ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഗ്രേവിയൊക്കെ നല്ലോണം ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ 1-2 സവാള ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗ് തന്നെ കുറച്ച് നമ്മൾ നമ്മുടെ ലച്ചുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം ഗൈസ്. ഞങ്ങൾ എപ്പോഴും ചിക്കൻ സാധാരണ കറി വയ്ക്കുന്ന കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ പിടിച്ചില്ല. കാരണം ഈ ഒരു മന്തി മസാലയുടെയൊക്കെ കുത്തല്ലാണ്ടായിരിക്കും. പക്ഷെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അത് അത്ര പിടിച്ചൊന്നും ഇഷ്ടമായില്ല. പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോയിട്ട് വരാം. ടാറ്റാ.